1500 രൂപയ്ക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ടുള്ള ഒരു ബ്രാൻഡഡ് ഗെയിമിംഗ് മൗസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു മൗസാണ് ലോജിടെക്കിൻ്റെ G102 എന്ന് പറയുന്ന ഒരു മൗസ്. ഞാൻ ഇതിൻ്റെ മോഡൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മൗസാണ്. ലോജിടെക് ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഐഫോണൊക്കെ പോലുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ലോജിടെക് പോലത്തുള്ള ബ്രാൻഡൊക്കെ കീപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ഭയങ്കര ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ടിരുന്നു ലോജിടെക്കിൻ്റെ G502 എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് മൗസിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ. അപ്പോൾ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പ്രോഗ്രാമബിൾ ബട്ടൺസ് ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ എഡിറ്റേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് പക്ഷേ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഈ ഒരു മൗസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു 1500 രൂപയ്ക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റിന് അതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു മൗസാണ് G102 എന്ന് പറയുന്നത്. നിങ്ങൾക്കിനിപ്പോൾ 1500 കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ ഓപ്പൺ ബോക്സ് പീസും അവൈലബിൾ ആയിരിക്കും. 1000 രൂപക്കൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ബോക്സ് പീസും അവൈലബിൾ ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ നടത്തുന്ന കേട്ടോ. ഇതൊക്കെ അങ്ങനത്തെ ഒരു യൂണിറ്റാണ്, ഒരു ഓപ്പൺ ബോക്സ് യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ അൺബോക്സിങ് നിങ്ങൾ വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട. ഓപ്പൺ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ളൊരു ബോക്സ് ആണ്. ഇതിൽ എന്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുപോലത്തെ ഒരു ലോജിടെക്കിൻ്റെ കാർഡും യൂസർ മാനുവലും പിന്നെ ഒരു സ്റ്റിക്കറും, അത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഇത് വേർത്ത് ആണോ എന്നുള്ളതൊന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആദ്യം തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്, പക്ഷേ ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ. ജസ്റ്റ് നമുക്കൊരൊറ്റ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി ആൻഡ് ആ ഗ്രിപ്പിംഗ് ഒക്കെ. സൈഡിലൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി ഗ്രിപ്പിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഡിസൈന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു അടിപൊളി ലുക്കൊന്നും അല്ല, ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു മൗസാണ്. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറും കൂടി അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 85 ഗ്രാംസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് മൗസാണ് എന്ന് പറയാൻ പറ്റും. ചെറിയ കൈയൊക്കെ ഉള്ളവർക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഞാൻ ഈ ഒരു G502 യൂസ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റൊക്കെ കുറച്ച് പാടായിരുന്നു, കാരണം കുറച്ച് ഇതുള്ള ഒരു മൗസായിരുന്നു. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ കേബിൾ വന്നിട്ട് 2 മീറ്റേഴ്സാണ് വരുന്നത്, പക്ഷേ ഇത് ബ്രൈഡൽ കേബിൾ അല്ല. ഓക്കെ, അത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഒരു ലോ ക്വാളിറ്റി കേബിൾ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കീസിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആ ഒരു ക്ലിക്കിംഗ് ഫീഡ്ബാക്ക് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ സ്ക്രോൾ വീലാണെന്നുണ്ടെങ്കിലും ഒരു റബ്ബർ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്, അടിപൊളി സ്ക്രോൾ വീലാണ്. സൈഡ് ബട്ടൺസ് ആണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റാൻഡേർഡ്, ആ ലോജിടെക്കിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചറുകളിലൊന്നാണ് G ഹബ് സോഫ്റ്റ്വെയർ ഇതിൽ സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ കീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാൻ പറ്റും. ഇപ്പോൾ റൈറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവുന്ന പോലെ അല്ലെങ്കിൽ ബാക്ക് ആവുന്ന പോലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റ് ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ കുറേ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള കുറേ മോഡുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽസ് ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും, DPI സെറ്റിങ്സ് ഇതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ലൈറ്റിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റുള്ളവർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഈ കീ നിങ്ങൾക്ക് പലതാക്കി അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോജിടെക്കിൻ്റെ G502 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ എഡിറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്യുന്നത് ഈ Ctrl+K നിൽക്കുന്നതിന് പകരം ഇതിൽ നിൽക്കാം. ഓക്കെ, ജസ്റ്റ് കൺട്രോൾ നമ്മൾ ജസ്റ്റ് കീബോർഡ് ആക്കിയിട്ട് കട്ട് എന്നുള്ളത് ജസ്റ്റ് മൗസും വന്ന് കൈ എടുത്ത് കീബോർഡിലോട്ട് കൊണ്ടുപോകാൻ നിൽക്കണ്ട, ജസ്റ്റ് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ കട്ടാവും. അതുപോലെ തന്നെ ഇതിൽ നിൽക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. അങ്ങനെയുള്ള കുറേ അധികം ഫങ്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ തന്നെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗണ്ണ് ചേഞ്ച് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ റീലോഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇതിമ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതിമ ആകെ 1-2 കീസേ ഉള്ളൂ എക്സ്ട്രാ വരുന്നത്. പക്ഷേ ഈ ഒരു മൗസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കീസാണ്, തൊടുന്നിടത്തൊക്കെ കീസാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാം. അപ്പോൾ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ DPI സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 മുതൽ 8000 വരെ നിങ്ങൾക്ക് ഇതിൻ്റെ DPI നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, DPI നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റിയാണ്. അതായത് നമുക്ക് ഇങ്ങനെ ./ഇഞ്ച് എന്നാണ് പറയുന്നത്. ചെറുതായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നിങ്ങളുടെ ഇത് മൂവ് ആവണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു DPIനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് നിങ്ങൾക്ക് ഓരോ പ്രൊഫൈലാക്കിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അത് മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻസർ വന്നിട്ട് ഒരു ഗെയിമിംഗ് സെൻസറാണ് വരുന്നത്. ഗെയിമിംഗ് ഗ്രേഡ് സെൻസർ എന്നാണ് ഇവർ ഇതിനെ പറയുന്നത്. ഭയങ്കര അക്യുറൻസി ആയിരിക്കും. അതുപോലെ തന്നെ റിഫ്ലക്റ്റിംഗ് സർഫസിലും നിങ്ങൾക്ക് ഇതിൻ്റെ അക്യുറൻസി പോവാതെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് എന്തുകൊണ്ടും കണ്ണു അടച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു മൗസ്. ഓക്കെ, ഇപ്പോൾ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓപ്പൺ ബോക്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നിങ്ങൾക്കൊരു 1000 രൂപയ്ക്ക് ഇത്രയും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു മൗസ് കിട്ടും. ഈ ഓപ്പൺ ബോക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുള്ള പീസാണ്. മേ ബി ആ ബോക്സിന് കുറച്ച് ഡാമേജ് ഉണ്ടാവും. ഇപ്പം എൻ്റെ ഹെഡ്സെറ്റ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ കീബോർഡ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ
ഇതുപോലത്തെ ഓപ്പൺ ബോക്സ് പീസസ് ഒക്കെ തന്നെയാണ് ഞാൻ വാങ്ങിയത്. കാരണം കീബോർഡിനൊക്കെ ഒരു 10,000 രൂപ വില ഉണ്ട്. അതെനിക്ക് കിട്ടിയത് ഒരു 6,000 ആ ഒരു റേഞ്ചിനൊക്കെയാണ് കിട്ടിയത്. അത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അങ്ങനെ മോശമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും എമൗണ്ട് അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ യൂസ്ഡ് പ്രോഡക്ട്സും അതുപോലെ തന്നെ ഓപ്പൺ ബോക്സ് പ്രോഡക്റ്റ് ഒക്കെ കിട്ടുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടെക്നോളജി ഡേറ്റിൻ്റെ കാണാം. ബൈ.